എന്തിന് സമരം ചെയ്യണം? ആ സമയത്ത് വീട്ടിലിരുന്ന് പഠിച്ചുകൂടെ? ചോദിക്കുന്നത് നീറ്റിൽ വലിയ മികച്ച റാങ്ക് കിട്ടിയ മികച്ച ഒരു പൊന്നുമോനാണ്. ആ പൊന്നുമോൻ്റെ തരത്തിലുള്ള മോന്മാരും മോളുമാരും എല്ലാ കാലത്തും വിദ്യാലയങ്ങളിൽ, കലാലയങ്ങളിൽ, സമൂഹത്തിൽ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരെ പഠിപ്പിസ്റ്റുകൾ എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ പുസ്തകപ്പുഴുക്കൾ എന്നൊക്കെ പറയാറുണ്ട്. അവർക്ക് ഈ പഠിപ്പിക്കുന്നതും റാങ്ക് കിട്ടുന്നതും അതിൻ്റെ മാർക്കും അതിൻ്റെ സ്കോറും അതിനപ്പുറമുള്ള ഒരു ലോകത്തെക്കുറിച്ചും യാതൊരു ചിന്തയുമില്ലാതെ ജീവിച്ചു പോരുന്ന സവിശേഷതരം ഒരു ജീവികളാണ്. എന്തെങ്കിലുമൊക്കെ വളരെ വേദനാജനകമായതോ രാജ്യവുമായി ബന്ധപ്പെട്ടതോ നാടുമായി ബന്ധപ്പെട്ടതോ ആയ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായാലും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്കണ്ഠ ഫിസിക്സിൻ്റെ ട്യൂഷനും അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ മറ്റെന്തെങ്കിലുമൊക്കെയാണ്. അവർ വിചാരിച്ചിരിക്കുന്നത് ഇങ്ങനെ പഠിച്ച് മിടുക്കികളായി അങ്ങ് പുറത്തിറങ്ങിയാൽ രാജ്യം എന്തായാലും എങ്ങനെയായാലും ഒന്നുമില്ല, തങ്ങളുടെ മിടുക്കുകൊണ്ട് തങ്ങളുടെ ഭാവി സുരക്ഷിതമാകുമെന്ന് വിശ്വസിക്കുന്ന വിഡ്ഢികളാണവർ. അത്തരം പഠിപ്പികളും പഠിപ്പിസ്റ്റുകളുമായ ആളുകൾ പലപ്പോഴും ക്ലാസ് റൂമിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ജീവിതത്തിലും സമൂഹത്തിലും വലിയ ഒരു ഭാരവും ബാധ്യതയുമാണ്. ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രയാസത്തിൻ്റെ ഘട്ടത്തിലോ ചോദ്യോത്തരങ്ങൾ കാണാതെ പഠിച്ച് കാഷ്ടിക്കുന്നതിനപ്പുറത്ത് ഒരു പ്രതിസന്ധിയെ ഡീൽ ചെയ്യാൻ അവർക്ക് കഴിയാതെ പോകും. പലപ്പോഴും ഒരുപാട് വിവാഹമോചനങ്ങളിൽ വലിയ മികച്ച റെക്കോർഡുകളോടെ, ഒത്തിരി ഡിഗ്രിയോടെ, ഒത്തിരി ജോലികളുമായി വന്നവർക്ക് ഒരു 3 ദിവസം ഒരു പെൺകുട്ടിയോടൊപ്പം അവളെ തൃപ്തികരമായ രീതിയിൽ സ്നേഹിച്ച് പരിലാളിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാവാത്ത രീതിയിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന ഒരുപാട് മനുഷ്യരുടെ കഥ കൗൺസിലിംഗ് ടേബിളുകളിൽ കാണാറുണ്ട്. അത്തരം ചില വ്യത്യസ്തമായ ജീവികളാണ് ഇതുപോലെ നമ്മൾ ചുറ്റുപാടുകളിൽ കാണുന്നത്. ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ട് അവസാനം നമ്മൾ ചുമന്നു വെച്ചിരിക്കുന്ന വിറകും കുഴിയിൽ കുഴിച്ചിടുന്ന ആ വലിപ്പത്തിനും അപ്പുറത്ത് അവർക്കല്ലാതെ സമൂഹത്തിന് വലിയ രീതിയിലൊരു ഗുണമോ അതിൻ്റെ ചിന്തയോ അതിൻ്റെ ഫ്രെയിമോ ഉണ്ടാവുന്നില്ല. നമ്മൾ പണ്ട് പ്രളയകാലത്തും അതുപോലെ തന്നെ മറ്റു പല കാലത്തും പള്ളിക്കുടുത്തി പോകാത്ത ഒരുപാട് മനുഷ്യർ കഷ്ടപ്പാടുകൾ മാറ്റിവെച്ച് പലതും ശേഖരിച്ച് ജീവൻ പണയം വെച്ച് അവിടങ്ങളിൽ കൊണ്ടുചെന്ന് കൊടുക്കുമ്പോഴും ഇതുപോലെയുള്ള പഠിപ്പിസ്റ്റുകളായ ആളുകൾ എവിടെങ്കിലും സുഖസമൃദ്ധവും സുരക്ഷിതവുമായ സ്ഥലത്ത് മാറിയിരുന്നുറങ്ങുകയോ അല്ലെങ്കിൽ എങ്ങനെ വെള്ളം കയറിയാൽ രക്ഷപ്പെടണമെന്നറിയാതെ അവസാനം ചരുവത്തിലോ പാളയിലോ കയറി ഈ വിദ്യാഭ്യാസവും പഠിപ്പുമില്ലാത്തവൻ വലിച്ചോണ്ട് പോവുകയും ചെയ്യേണ്ട സ്ഥിതിവിശേഷം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. നമ്മൾ കണ്ടതാണ്. ആലപ്പാടുള്ള സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യർ, തീരദേശത്ത് ജീവിക്കുന്ന മനുഷ്യരാണ് വലിയ ബുദ്ധിയും വിവേകവും എല്ലാം കയ്യിലുള്ള മനുഷ്യരെ ഗേറ്റിൻ്റെ മുകളിലൂടെ പൊക്കി എയർ ഹോളിൽ കൂടെ പുറത്തു കൊണ്ടുവന്ന് എവിടെയെങ്കിലും ക്യാമ്പിൽ കൊണ്ടുവന്ന് നിർത്തി പുട്ടും പഴവും കുഴച്ചു കൊടുത്തത്. കാരണം അവർക്ക് ഇരിക്കുന്നിടത്തിരിക്കുന്ന മുതൽ സൂക്ഷിക്കാനും ചെക്ക് ബുക്ക് സൂക്ഷിക്കാനും പാസ്ബുക്ക് സൂക്ഷിക്കാനും വെള്ളം കയറാതിരിക്കാൻ പെട്ടിയും കൊണ്ട് എത്ര മേളിലോട്ട് കയറാമോ അത്രയും മേളിലോട്ട് കയറാനേ അറിയാമോ. അല്ലാതെ അവിടെ നിന്ന് രക്ഷപ്പെടാനോ രക്ഷപ്പെട്ടുപോയാൽ എൻ്റെ വീടെന്താകുമെന്നോർത്ത് അവിടെ കിടന്ന് വെള്ളം കുടിച്ച് മരിക്കാനുമായിരിക്കും അത്തരക്കാരുടെ വിധി. ഞാൻ ഈ പഠിപ്പിസ്റ്റിൻ്റെ പോസ്റ്റ് കണ്ടപ്പോൾ, വാർത്ത കണ്ടപ്പോൾ എനിക്കൊരു അത്ഭുതവും തോന്നിയില്ല. എല്ലാ കാലത്തുമുണ്ട് ഈ സമൂഹത്തിൽ പഠിപ്പിസ്റ്റുകാർ. അതുകൊണ്ട് മക്കളെ കെട്ടിക്കുന്നവർ പലപ്പോഴും പഠിപ്പിസ്റ്റുകളെ തേടിപ്പോയി അവസാനം പഠിപ്പിൻ്റെ ഡിഗ്രി കൊണ്ട് മാത്രം ജീവിതം മുന്നോട്ട് പോകില്ലെന്നും തലമുറ ഉണ്ടാകില്ലെന്നും ഒരു പ്രയാസത്തിന് പരിഹാരമാകില്ലെന്നും തിരിച്ചറിഞ്ഞ് കെട്ടിയത് പുറത്തറിയിക്കാതെ അതിൻ്റെ ഇരട്ടി കൊടുത്ത് തലയൂരിക്കൊണ്ട് പോകുന്ന ഒരുപാട് കുടുംബാംഗങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് പഠിപ്പിസ്റ്റുകാരുടെ പഠിപ്പിക്കൽ ന്യായത്തിനപ്പുറത്ത് ഒരു ജനാധിപത്യ രാജ്യത്ത് ബാക്കി ആരെല്ലാം വ്യക്തിപരമായി നേടിയാലും പഠിച്ചാലും ഒരു രാജ്യമെന്ന സംവിധാനവും ഭരണഘടനയെന്ന സംവിധാനവും നീതി എന്ന സംവിധാനവും ഇല്ലാതായി അനീതി നടമാടിയാൽ ആർക്കും രക്ഷയുണ്ടാവില്ല. പഠിക്കുന്നവനും ഉണ്ടാവില്ല, പഠിപ്പിക്കുന്നവനും ഉണ്ടാവില്ല. ഞാൻ പലപ്പോഴും പ്രസംഗത്തിൽ പറയാറുണ്ട്, എവിടെയെങ്കിലും പോയി റോഡപകടമോ മറ്റോ പറ്റിയാൽ പാവപ്പെട്ടവനും പള്ളിക്കൂടത്തിൽ പോകാത്തവനുമായ ആളുകളുള്ള സ്ഥലത്ത് വെച്ച് പറ്റിയാൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലെത്താം. എന്നാൽ പണമുള്ളവനും മാർഗമുള്ളവനും വലിയ ഉന്നത ബിരുദധാരികളുമുള്ള സ്ഥലത്താണ് നമ്മൾ പോയി ഇടിക്കുന്നതെങ്കിൽ അതിൻ്റെ സ്പീഡും വെലോസിറ്റിയും കൂട്ടി വടക്കോട്ട് നടക്കാനല്ലാതെ ഒന്നെടുത്ത് മടിയിൽ വെച്ചൊരു വെള്ളം തരാനോ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ ഒരുത്തനും ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ സമൂഹത്തിൽ ഈ കടത്തിണ്ണയിലിരിക്കുന്നവനും പഠിക്കാത്തവനും സാധാരണക്കാരനുമായ ഒരുപാട് മനുഷ്യരാണ് ഒരുപാട് സാമൂഹ്യ ദൗത്യങ്ങൾ നിർവഹിച്ചു പോരുന്നത്. അവർ ക്രമേണ കുറഞ്ഞു വന്നാൽ ഒരുപാട് മുതലും വകയും പഠിപ്പിസ്റ്റായ മക്കളെയും വളർത്തി അവരൊക്കെ വിദേശത്ത് പോയി അവസാനം മൂത്രത്തിൽ കിടന്ന് നീന്തേണ്ടി വരുന്ന മാതാപിതാക്കളായി നമ്മളെല്ലാം മാറുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ട് മക്കളെ പഠിപ്പിസ്റ്റുകളാക്കിക്കൊള്ളൂ, പക്ഷേ മനുഷ്യരല്ലാതാക്കരുത്.